different types of methods ഉണ്ട് പൈത്തണിൽ. അതിൽ ഫസ്റ്റ് വന്നാണ് ലോവർ വിച്ച് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഓൾ ക്യാരക്ടേഴ്സ് ഇൻ ടു ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോവർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദെൻ upper which is used to convert all character into uppercase. Then strip method which is used to remove the white space remove ചെയ്യാൻ വേണ്ടിയിട്ടാണ് strip method യൂസ് ചെയ്യുന്നത്. Then നമുക്ക് replace method ഉണ്ട്. Replace method which is used to replace old characters by a new character. നമുക്ക് ഓൾഡിനെ അതായത് നമുക്ക് ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെ മാറ്റിയിട്ട് വേറൊരു ക്യാരക്ടറെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് മെത്തേഡ് യൂസ് ചെയ്യാം. ദെൻ ഫൈൻഡ് മെത്തേഡ് വിച്ച് ഈസ് യൂസ് ടു ഫൈൻഡ് എ സബ്സ്ട്രിങ്. ഒരു സബ്സ്ട്രിങ്ങിൽ നമ്മുടെ സ്ട്രിങ്ങിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫൈൻഡ് മെത്തേഡ് യൂസ് ചെയ്യാം. Then count method which is used to count the occurrence of substring in a string. അതായത് നമ്മൾ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടേഴ്സിന്റെ കൗണ്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിങ്ങിൽ എത്ര തന്നു ആ ക്യാരക്ടർ ഉണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. Then capitalize method which is used to capitalize the first character of the string. നമ്മുടെ സ്ട്രിങ്ങിന്റെ ഫസ്റ്റ് ക്യാരക്ടേഴ്സ് മാത്രം ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് capitalize യൂസ് ചെയ്യുന്നത്. Then is digit which is used to check നമ്മൾ കൊടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ് ഡിജിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇഫ് നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാരക്ടേഴ്സിലുള്ളത് ഡിജിറ്റ് ആണോ എന്നുണ്ടെങ്കിൽ ഈസ് ഡിജിറ്റ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ വാല്യൂ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈസ് ഡിജിറ്റ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് വാല്യൂ ആയിരിക്കും. ദെൻ സ്പ്ലിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ട്രിങ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ മെത്തേഡും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് നമ്മുടെ ഓരോ സ്ട്രിങ് മെത്തേഡ്സും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോക്കാം. ഓരോ മെത്തേഡും എങ്ങനെയാണ് സ്ട്രിങ് ലോവർ, അതുപോലെ അപ്പർ, സ്പ്ലിറ്റ്, അതുപോലെ തന്നെ നമുക്കെല്ലാം നമ്മൾ കണ്ട എല്ലാ മെത്തേഡ്സും എങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. str is equal to hello. ഇതെല്ലാം ഞാൻ കൊടുത്തിട്ടുള്ള സ്മോൾ കേസിലാണ്, സ്മോൾ ക്യാരക്ടേഴ്സിലാണ്. നമ്മൾ ഇതിന് അപ്പർ ആക്കാൻ വേണ്ടി പോവാണ്. അതിന് പ്രിന്റ് str dot upper എന്ന് മെത്തേഡ് നമ്മൾ വിളിക്കുകയാണ്. ഇത് ജസ്റ്റ് നമ്മൾ റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള ലോവർ കേസിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും അപ്പർ കേസിലായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്തത് ഇതിനെ തന്നെ നമുക്ക് ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ str1 is equal to hello. നമുക്കിതിനെ അപ്പറിൽ നിന്ന് ലോവറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനുവേണ്ടി പ്രിന്റ് str dot lower. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് നെക്സ്റ്റ് നമുക്ക് സ്ട്രിങ്ങിന്റെ അനാവശ്യമായിട്ടുള്ള സ്പേസസ് ഫ്രണ്ട് അതുപോലെ തന്നെ ബാക്ക് നമുക്ക് സ്പേസസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ട്രിപ്പ്. അപ്പൊ നമുക്ക് സ്ട്രിപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ hello. ഇത് നമുക്ക് ജസ്റ്റ് പ്രിന്റ് str2 കൊടുത്ത് പ്രിന്റ് ചെയ്യാം. അതുപോലെ തന്നെ പ്രിന്റ് സ്ട്രിപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും പ്രിന്റ് ചെയ്യാം. str2 ഡോട്ട് സ്ട്രിപ്പ്. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ സ്ട്രിപ്പ് യൂസ് ചെയ്യാതെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലുള്ള വൈറ്റ് സ്പേസ് അതുപോലെ തന്നെ നമ്മൾ സ്ട്രിപ്പ് യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്തപ്പോൾ ആ വൈറ്റ് സ്പേസിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ കൊടുത്ത ക്യാരക്ടർ മാത്രമാണ് പ്രിന്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു str2 തന്നെ റീപ്ലേസ് ചെയ്യാം. നമുക്ക് str1ന്റെ ഈ മാറ്റിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ അവിടെ പ്ലേസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പ്രിന്റ് str1 ഡോട്ട് റീപ്ലേസ് മെത്തേഡ്. നമുക്ക് ഏത് ക്യാരക്ടറാണോ മാറ്റേണ്ടത് ആ ക്യാരക്ടർ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ദെൻ എന്താണ് മാറ്റേണ്ടത്, പുതിയ ക്യാരക്ടർ ഏതാണോ ആ ക്യാരക്ടർ നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മളിവിടെ
ക്യാപിറ്റൽ ലെറ്റർ പറഞ്ഞിരിക്കണം. ക്യാപിറ്റൽ ലെറ്റർ മാറ്റിയിട്ട് നമുക്ക് ഇവിടെ വരേണ്ടത് എം ആണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് പ്രിന്റ് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഇനെ റീപ്ലേസ് ചെയ്തു ബൈ യൂസിങ് അതാണ് റീപ്ലേസ് മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ റീപ്ലേസ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ഒന്നിലധികം ക്യാരക്ടേഴ്സ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് ELLOനെ നമുക്കൊന്ന് മാറ്റി നോക്കാം. ബൈ യൂസിങ് OO നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് പ്രിന്റ് str1 നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സ്ട്രിങ് എഴുതാം. എന്നിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് സ്പ്ലിറ്റ് മെത്തേഡ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടി str3 ഈക്വൽ ടു hello കൊടുത്തു. ദെൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രിന്റ് str3 ഡോട്ട് സ്പ്ലിറ്റ് സ്പേസ്. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ കൊടുത്തിട്ടുള്ള ഹെലോ പൈത്തൺ സ്പ്ലിറ്റ് ആയിട്ട് നമ്മുടെ ഇടയിൽ ഒരു കോമ വന്നിട്ടുള്ളതാണ്. ഹെലോയും പൈത്തണും സ്പ്ലിറ്റ് ആയി നമ്മൾ കൊടുത്തിട്ടുള്ള സ്ട്രിങ് സ്പ്ലിറ്റ് ആയിട്ട് ഒരു ലിസ്റ്റ് ഫോർമാറ്റിലേക്ക് ഇത് മാറി. ഇതാണ് സ്പ്ലിറ്റ് മെത്തേഡ്. ദെൻ നമ്മൾ പഠിച്ചിട്ടുള്ള നെക്സ്റ്റ് മെത്തേഡാണ് ഫൈൻഡ്, അതുപോലെ തന്നെ കൗണ്ട്, ക്യാപിറ്റലൈസ് ആൻഡ് ഈസ് ഡിജിറ്റ്. ഇതും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ str1 2 L ഉണ്ട്. നമുക്ക് 2 Lകൾ കൗണ്ട് നോക്കാൻ വേണ്ടി ആ str1 യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ പ്രിന്റ് str1 ഡോട്ട് കൗണ്ട് നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഔട്ട്പുട്ടിൽ 2 ഇവിടെ 2 L ഉണ്ട്. അപ്പൊ നമുക്ക് കൗണ്ടിൽ എന്ത് കിട്ടി, 2 L നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ തന്നെ പ്രിന്റ് str1 ഡോട്ട് നമുക്ക് ഫൈൻഡ് മെത്തേഡ് യൂസ് ചെയ്യണം. ഫൈൻഡ് h നമ്മൾ h കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് str1 ഡോട്ട് ഫൈൻഡിൽ h കൊടുത്തിട്ട് നമുക്ക് കിട്ടിയത് 0 ആണ്. ഇനി നമുക്കത് അതായത് അതിന്റെ ഇൻഡെക്സ് പൊസിഷനാണ് 0. നമുക്ക് ആ പൊസിഷൻ മാറ്റി h മാറ്റിയിട്ട് നമുക്ക് e ആയിട്ട് നോക്കാം. എയുടെ പൊസിഷൻ 1 നമുക്ക് കിട്ടിയത് അതിന്റെ കറസ്പോണ്ടിങ് പൊസിഷനാണ്. ഫൈൻഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ അവിടെ ഉണ്ടോന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ക്യാരക്ടർ ഇരിക്കുന്ന പൊസിഷൻ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്ക് ഇതിൽ ഇല്ലാത്ത ഒരു ക്യാരക്ടർ കൊടുത്തു നോക്കാം. ഫോർ എക്സാമ്പിൾ S കൊടുത്തു. നമ്മൾ ഇല്ലാത്തൊരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എന്നായിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്ക് ഒന്നുകൂടെ വേറൊരു ഇല്ലാത്ത ക്യാരക്ടർ കൊടുത്തു നോക്കാം. യു. അപ്പോഴും നമുക്ക് നെഗറ്റീവ്. നമ്മൾ ഇല്ലാത്തൊരു ക്യാരക്ടറിനെ ഫൈൻഡ് മെത്തേഡ് വെച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് എന്നായിരിക്കും. നമ്മൾ ഉള്ള ക്യാരക്ടേഴ്സ് ആണ് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ആ ക്യാരക്ടർ ഇരിക്കുന്ന പൊസിഷനായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നത്. ദെൻ നമുക്കിനി നോക്കേണ്ടത് ഡിജിറ്റ്, ഈസ് ഡിജിറ്റ് എന്നുള്ള ഫംഗ്ഷനാണ്. ഈസ് ഡിജിറ്റ് ഫംഗ്ഷൻ നോക്കാൻ വേണ്ടി നമുക്ക് ഒരു സ്ട്രിങ് ആദ്യം എഴുതാം. സ്ട്രിങ് 4, ദെൻ അവിടെ നമ്മൾ 1 2 3 4, ദെൻ int str4 dot is digit.
റൺ ചെയ്ത് നോക്കാം. ട്രൂ. അപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഡിജിറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ട്രൂ കിട്ടി. അപ്പൊ നമുക്ക് ഈ ക്യാരക്ടേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം? ഡിജിറ്റ് മാറ്റിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കൊടുത്തു നോക്കാം. അപ്പൊ നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുന്നത് നോക്കാം. റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് ആയിരിക്കും. നമുക്ക് റിട്ടേൺ ചെയ്തത് ഫോൾസ് വാല്യൂ ആണ്. കാരണം നമ്മൾ കൊടുത്തിട്ടുള്ളത് ഡിജിറ്റ് വാല്യൂ അല്ല, നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് റിട്ടേൺ ചെയ്തത് ഈ ഡിജിറ്റ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ ചെയ്തത് ഫോൾസ് വാല്യൂ ആണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ക്യാപിറ്റലൈസ് എന്നുള്ള ഫംഗ്ഷനും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതിനു വേണ്ടി പ്രിന്റ് str3 dot capitalize. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഈ മെത്തേഡിനെ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ കാണാനുള്ളത് ക്യാപിറ്റലൈസ് എന്ന് പറഞ്ഞ മെത്തേഡാണ്. ക്യാപിറ്റലൈസ് എന്ന് പറഞ്ഞ മെത്തേഡിനകത്ത് നമ്മൾ str ചെയ്ത ഹലോ പൈത്തൺ എന്ന് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ക്യാപിറ്റലൈസ് എന്നുള്ള മെത്തേഡ് വിളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സ്ട്രിങ്ങിന്റെ ഫസ്റ്റ് ക്യാരക്ടർ ക്യാപിറ്റലൈസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇതിന്റെ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെ വരാം, ഹലോ പൈത്തൺ. എന്നിട്ട് എച്ച് ഇവിടെ നമ്മൾ കൊടുത്ത സ്മോൾ ആയിരുന്നു, പക്ഷെ ക്യാപിറ്റലൈസ് മെത്തേഡ് വിളിച്ചിട്ട് നമ്മൾ റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കൊടുത്ത എച്ച് ക്യാപിറ്റൽ ലെറ്റർ ആയി മാറി. അതാണ് ക്യാപിറ്റലൈസ് മെത്തേഡ്. അതായത് ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് ദ സ്ട്രിങ് എന്താകും? ക്യാപിറ്റലൈസ്ഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് ക്യാപിറ്റലൈസ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ.